5 മിനിറ്റ് സമയമുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഇതാ ഒരു അടിപൊളി മുട്ടക്കറി റെഡി. വളരെ സിമ്പിളായ രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് ഹാർഡായിട്ടുള്ള പണിയൊന്നുമില്ല, സിമ്പിളാണ്. കുക്കർ വെക്കുക, പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഓയിൽ ഒഴിക്കാം. പിന്നെ നമ്മൾ ഈ കോഴിയൊക്കെ പൊരിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ എണ്ണ എടുത്തിട്ട് മുട്ടക്കറി ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ആ എണ്ണയിൽ തന്നെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഇന്നിപ്പോൾ ആ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എണ്ണ അപ്പം തന്നെ ഒഴിച്ചതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുക. നാട് പിളർന്നിട്ട് ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണ് കറി വെക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയുള്ളി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് 2 വലിയുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചറപറയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ അങ്ങനെ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആകുമൊന്നും വേണ്ട, ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. വഴറ്റി കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ ഒന്നും കൂടി സ്പീഡ് വഴറ്റി കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി അങ്ങോട്ട് ചടപടയെന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളി എടുത്തിട്ട് അതും കൂടി മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചടപടയെന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മസാലപ്പൊടി, അത് പറഞ്ഞാൽ പട്ട, കറാമ്പ്, ഏലക്ക എല്ലാം കൂടിയും പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ആ മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഈ 4 ആളിനെയും കൂടിയും അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര കറി വെക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒരേ അളവിലല്ലല്ലോ വെക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ വെക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇട്ട് കൊടുക്കും. ഞങ്ങളിത് ചതച്ച് വെക്കുന്നതാണ്. അപ്പോൾക്കപ്പോൾ അരക്കണമെങ്കിൽ അങ്ങനെ അരച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വീണ്ടും ഇളക്കാം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഞങ്ങളുടെ കറിക്ക് ആവശ്യമായ മുളക് പൊടി 1 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വെക്കുന്നത് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് വീണ്ടും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി മറിക്കാം. അതൊന്ന് ഇളക്കി അതിൻ്റെ പൊടിയുടെ മണങ്ങളൊക്കെ മാറി ഒന്ന് വരുമ്പോഴേക്കും എല്ലാവരും പോയിട്ടൊന്ന് ലൈക്ക് ചെയ്ത് വന്നേ എല്ലാവരും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഏറ്റവും സിമ്പിളായൊരു മുട്ടക്കറിയാണ്, നമുക്ക് ഒരു പണിയില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് മീറ്റ് മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. എഗ് മസാലയാണ് ഇട്ട് കൊടുത്തത്. അത് നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല ചൂടായിട്ടിരിക്കുകയാണ് കുക്കർ, അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടും. അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് മുട്ട എത്ര മുട്ടയാണെന്ന് വെച്ചാൽ അതിൽ ഒഴിച്ച് കൊടുക്കാം. 1 മുട്ടയാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3, 4 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്ര കറി വെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുട്ട ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് ഇളക്കൊന്നും വേണ്ട. ഇളക്കി കഴിഞ്ഞിട്ട് അതിനെ ഉടച്ച് വിടുകയൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. അത് കഴിഞ്ഞ് ഒരൊറ്റ ഒരു വിസിൽ കഴിഞ്ഞതും നമുക്കത് തുറന്ന് അതാ മുട്ടയൊക്കെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രയാണ് കറി അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1 തേങ്ങയാണ് അരച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചപ്പാത്തിക്ക്, പൊറോട്ടക്ക് ഏതിലേക്ക് വേണമെങ്കിലും കഴിക്കാം, ചോറിലേക്ക് വേണമെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ ഡിഷാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഡിഷും എൻ്റെ മോട്ടിവേഷനുകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. അസ്സലാമു അലൈക്കും. ബൈ.